ഹലോ, എല്ലാവർക്കും രേഷ്മാസ് ഡയറിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മഴയാണ് കേട്ടോ. മഴ തുടങ്ങിയില്ല. മഴ നന്നായിട്ടിങ്ങനെ കാർമേഘം പൂണ്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഈ ജോലിക്ക് പോകുന്നവരെ ജോലിക്ക് പോകാതെ മെനക്കെടുത്തിക്കാനും വേണ്ടി പെയ്യുന്ന ഒരു മഴയാണ് അത് കേട്ടോ എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോഴത്തേക്കിനും മഴ ഇങ്ങനെ പൊടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ മഴ പൊടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് നമ്മുടെ മീനിൻ്റെ വരവ് കേട്ടോ. അങ്ങനെ പിന്നെ മീനൊക്കെ വാങ്ങിക്കാമെന്ന് കരുതി നമ്മൾ കുഞ്ഞ് കാരൽ മീനുണ്ടല്ലോ, കാരൽ മീനായിരുന്നു വാങ്ങിച്ചത്. അപ്പം കാരൽ മീനുമൊക്കെ വാങ്ങിച്ചു. എന്തായാലും മഴ ഉറച്ചില്ല. മഴ ഉറയ്ക്കുന്നതിന് മുമ്പായിട്ട് എന്തായാലും മീൻ വന്നിട്ടങ്ങ് പോയി. അത് കാര്യമായി. അല്ലെങ്കിൽ ഞാൻ മഴ നനഞ്ഞുകൊണ്ട് നിന്ന് മീൻ വാങ്ങിക്കേണ്ടി വന്നേനെ. മഴ പെയ്തപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ മൊത്തം കറണ്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കറണ്ടൊന്നും ഇല്ലാതെ ഒരുമാതിരി മൂക അവസ്ഥയിലായിരുന്നു. അപ്പം നമുക്കിതാ ഈ ഒരു ലാമ്പ്, LED ലാമ്പ് നമ്മളെ നന്നായിട്ട് സഹായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല വെട്ടമുണ്ട്. കുറച്ച് ഭാഗത്ത് മാത്രമല്ല, നല്ല വെട്ടമുണ്ട്. എൻ്റെ ഫോണിൻ്റെയും കൂടെ കുഴപ്പം കൊണ്ടായിരിക്കും അതങ്ങനെ വെട്ടം മങ്ങിയതായിട്ട് തോന്നുന്നത്. അപ്പോഴത്തേക്കിനും അടുത്ത മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു കാറിലാണ് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ കരുതി ഇതങ്ങ് വെട്ടിയെടുക്കാം. വെട്ടി കറിയൊക്കെ വെച്ച്, കറി വെക്കുമല്ല, കാറിൽ തോരൻ വെക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. തോരൻ വെക്കുക മാത്രമല്ല, ഫസ്റ്റ് തന്നെ വെട്ടി ഞാൻ മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറുള്ളത് ഇങ്ങനെയാണ്. എന്ത് മീനാണെങ്കിലും അത് കഴുകി വൃത്തിയാക്കി കഴിയുമ്പോൾ ആദ്യം തന്നെ അതിനകത്ത് നിന്ന് കുറച്ച് മീനെടുത്തിട്ട് അവൾക്ക് വേണ്ടി പറ്റിച്ച് കൊടുക്കുമായിരുന്നു. ഇനി അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ കുഞ്ഞെന്നെ വിട്ടു പോയി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ വീഡിയോയിലും അവളുണ്ട്. പക്ഷേ ഇനി തൊട്ടുള്ള വീഡിയോയിലൊന്നും അവൾ കാണില്ല. ഞാനും പാർത്തമ്മോനും അണ്ണനും അമ്മയൊക്കെ മാത്രമേ കാണത്തുള്ളായിരിക്കും. വീണ്ടും പറഞ്ഞിരിക്കാതെ രണ്ടാമത്തെ മഴ പെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഓരോ മഴകൾ, ഇന്നൊരു മഴയുടെ വ്ളോഗായിട്ട് നിങ്ങൾക്ക് ഇത് കണക്ക് കൂട്ടാം. അതേപോലുള്ളൊരു മഴയാണിന്ന്. എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പെയ്യുന്ന പോലെ ഉറച്ചങ്ങ് പെയ്യുന്നൊന്നുമില്ല. എന്നാൽ ഉണ്ട്. ജോലിക്ക് ഇറങ്ങുന്നവരെ ജോലി മെനക്കെടുത്താനുള്ള മഴയുണ്ടല്ലോ, ആ മഴയാണ് ഈ മഴ കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ തേങ്ങ പൊട്ടിക്കുന്നതിൻ്റെ വെള്ളം നമ്മൾ വേസ്റ്റ് ആക്കാറില്ലല്ലോ. അപ്പോൾ തേങ്ങാ വെള്ളമൊക്കെ കുടിച്ചു. അതിനുശേഷം തേങ്ങയൊക്കെ തിരുമാവെന്ന് കരുതി തേങ്ങ തിരുമ്മി നമുക്ക് മീൻ പറ്റിക്കുന്നതിനായിട്ട് എടുക്കണം. എനിക്ക് കാരൽ കിട്ടിക്കഴിഞ്ഞാൽ, കാരൽ ചൂട ഇത്തരം മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാനങ്ങ് തോരൻ വെക്കുന്ന പോലെ അങ്ങനെ പറ്റിച്ചിടും കേട്ടോ. നമ്മൾ ഒഴിച്ച് കറിക്ക് രസം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാരൽ കുറച്ച് വറുത്തു. നമ്മുടെ ചോറ്. പിന്നെ കാരൽ തേങ്ങയും സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് തോരൻ പോലെ വെക്കും. അങ്ങനെ വെച്ചു. നമുക്ക് വെള്ളവും. അപ്പോഴേക്കും പറഞ്ഞിരിക്കാതെ മൂന്നാമത്തെ മഴ വീണ്ടും പെയ്തിട്ടുണ്ട്. നമ്മുടെ മറ്റേ പൂച്ചകൾക്ക് കൊടുക്കാനും വേണ്ടി വെക്കുന്ന ചോറ. അതിങ്ങനെ പുറത്തൊക്കെ നടക്കുന്ന പട്ടികളും വന്ന് കഴിക്കും കേട്ടോ. നമ്മൾ ഓടിക്കാറില്ല. അവർ നമ്മുടെ ഈ പൂച്ചകളെ ഒന്നും ഉപദ്രവിക്കാറില്ല. എൻ്റെ പൂച്ചക്കുഞ്ഞിനെ ഉപദ്രവിച്ചത് വെളിയിൽ നിന്ന് വന്ന ഏതോ 4 പട്ടികളാണ്. അതിനെ ഇവിടെ ആരോ കൊണ്ടുവന്ന് കളഞ്ഞതാണ് വണ്ടിക്കകത്ത് കയറ്റി കേട്ടോ. അപ്പം ആ 4 പട്ടികളാണ് എൻ്റെ പൂച്ചക്കുഞ്ഞിനെ, എൻ്റെ മോളെ, എൻ്റെ പൊന്നിനെ കടിച്ച് കീറി കൊന്നത്. പിന്നെ നമുക്ക് നമ്മളുടെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാത്രം കഴുകും. പിന്നെ അവിടെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഈ ഒരു കിച്ചൻ്റെ നമ്മുടെ ഗ്യാസ് ഇരിക്കുന്ന ഇടവും അവിടെ എല്ലാം ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് വൃത്തിയാക്കിയില്ലെങ്കിലുണ്ടല്ലോ അവിടെ എന്തെങ്കിലുമൊക്കെ പൊടികളൊക്കെ വീണ് കിടക്കും. അതുകൊണ്ട് എന്നും ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ആയിട്ട് ചെയ്യാറില്ല. ആഴ്ചയിൽ 2 ദിവസമോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ തുടച്ചെടുക്കുന്നത് എല്ലാ ദിവസവും തുടച്ചെടുക്കും. പക്ഷെ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നത് ആഴ്ച 2 പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ, അങ്ങനെ അതെൻ്റെ മൂഡിൻ്റെ അനുസരിച്ചിരിക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ 2 കൂടുതൽ പ്രാവശ്യവും ചെയ്യാറുണ്ട്. കാരണം അടുക്കിപ്പറക്ക് കൂടുതലായിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കി ഇരിക്കുമല്ലോ. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഈ വ്ളോഗ് തുടങ്ങിയതിന് ശേഷം ഞാൻ എപ്പോഴാണ് വീഡിയോ എടുക്കാൻ വരുന്നത്, ഞാൻ ഏത് സൈഡിലോട്ടാണ് ക്യാമറ തിരിച്ച് വെക്കുന്നതെന്നൊന്നും നമുക്കൊരു പിടുത്തവും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എല്ലായിടവും നമ്മൾ വൃത്തിയാക്കണം. എത്രയൊക്കെ വൃത്തിയാക്കിയിട്ടാലും പിന്നെയും എനിക്ക് വൃത്തിയല്ലാത്ത പോലെയാണ് തോന്നുന്നത്. കാരണം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ തന്നെ എന്ത് വിചാരിക്കും? നിങ്ങൾ പറയല്ലേ, ഓ ഭയങ്കര വ്ളോഗറാണ്, പക്ഷേ അടുക്കളയൊക്കെ കിടക്കുന്ന കണ്ടില്ലേ, ഒരു വൃത്തിയും മെനയൊന്നുമില്ല, ഭയങ്കര മേക്കപ്പും കാര്യങ്ങളും ഒക്കെ എന്ന് തന്നെ പറയത്തില്ലേ. അപ്പം ഇങ്ങനെ ആൾക്കാർ നമ്മളെ കാണുമ്പോൾ നമ്മളെ പോലെ തന്നെ വൃത്തിയാണ് നമ്മളുടെ വീടും പരിസരവും നമ്മുടെ വീടിനകവും എല്ലാം എന്ന് കരുതണ്ടെന്നല്ല, അങ്ങനെ തന്നെയല്ലേ, അതല്ലേ നമുക്ക് ഹെൽത്തിനും നല്ലത്. അപ്പോൾ നമ്മളിവിടെ എല്ലാം നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി ഇങ്ങനെ സോപ്പിട്ട് തേച്ച് കഴുകും കേട്ടോ. ഈ കറിയൊക്കെ വെക്കുന്നതിൻ്റെയൊക്കെ തിളയ്ക്കുന്നതും പിന്നെ കടുക് വറക്കുന്നതിൻ്റെ എണ്ണയും അതൊക്കെ തെറിച്ച് അവിടെ ആ ടൈലിലെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് സോപ്പിട്ടൊന്ന് തേച്ചിളക്കി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ.
അങ്ങനെ പിന്നെ നമ്മളിവിടെ എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ ദാ വീണ്ടും അടുത്ത മഴ. ഇതൊരു നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം വെയിലധികം കണ്ടതേ ഇല്ല. ഇങ്ങനെ തോരുക പെയ്യുക തോരുക അങ്ങനെയാണ് കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കിനും അടുത്ത മഴയൊക്കെ ആ മഴയത്ത് നനഞ്ഞ് കുഴഞ്ഞ് എൻ്റെ പൊന്നു മോനെ ദാണ്ട വന്ന് കിടന്ന് തോർത്തുന്നത് കണ്ടോ. ഞാൻ വീഡിയോ പിടിച്ചപ്പോൾ അനങ്ങാതെ കിടന്നിട്ട് എന്നെ നോക്കിയത്. കഷ്ടം, എൻ്റെ കുഞ്ഞിനെ ഇനി എനിക്ക് ജീവനോടെ കാണാൻ പറ്റില്ല. എന്ത് ചെയ്യും, നരാധമന്മാരായ കുറേ പട്ടികൾ. എന്ത് ചെയ്യല്ലേ, അവരും അവരുടെ പൂച്ചയും പട്ടിയെന്ന് പറഞ്ഞാൽ ശത്രുക്കളാണല്ലോ, നമുക്കന്നേരം ഒന്നും പറയാൻ പറ്റത്തില്ല. ഇവർ പുതിയ ആൾക്കാരായതുകൊണ്ട് കാണാത്തവരായതുകൊണ്ടായിരിക്കും കണ്ടപ്പം അതിനെ കടിച്ച് കൊന്നത്. പക്ഷേ കൊല്ലണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ദാണ്ട നമ്മുടെ ഈ ഏരിയയെല്ലാം ഒന്ന് കഴുകാമെന്ന് കരുതി. അവിടെ ഞാൻ എന്നും കഴുകുന്നതാണ് കേട്ടോ. പിന്നെ ഈ മണി പ്ലാന്റിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി പുതിയ വെള്ളമൊക്കെ വെക്കാം. കപ്പൊക്കെ ഒന്ന് കഴുകി. അത് ഈ നമ്മൾ ചായ കുടിക്കുന്ന കപ്പുണ്ടല്ലോ, ആ കപ്പായിരുന്നേ. അപ്പോൾ അതിൻ്റെ പിടി പൊട്ടിപ്പോയി. പിടി പൊട്ടിപ്പോയപ്പോൾ കഴിഞ്ഞപ്പോൾ എനിക്കത് കളയാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ കരുതി എന്നാൽ അതിങ്ങനെ മണി പ്ലാന്റ് ഒരൊറ്റ കമ്പ് മാത്രം, എവിടുന്നോ എനിക്കൊരു ഇച്ചിരി തണ്ട് കിട്ടിയതാണ് മണി പ്ലാന്റിൻ്റെ. ഒരു കപ്പിനകത്ത് ഇട്ട് വെച്ചതാണ്. അതിങ്ങനെ നന്നായിട്ട് കിളിച്ചപ്പോൾ ഞാനത് അടുത്ത കപ്പിലേക്ക് മാറ്റി. അതിൽ നിന്ന് അങ്ങനെ അടുത്തടുത്ത കപ്പിലേക്ക് മാറ്റി. ഇപ്പോൾ എനിക്ക് 5 കപ്പിനകത്തിലുണ്ട് ഇത് കേട്ടോ, മണി പ്ലാന്റ്. ഒന്ന് പാർത്തമ്മൻ്റെ റൂമിൽ ഇരിപ്പുണ്ട്, പിന്നെ 4 തന്നെ അടുക്കളയിലും വെച്ചിട്ടുണ്ട്. അങ്ങനെ ചുമ്മാ കളയണ്ടെന്ന് തോന്നി. കാരണം ഈ കപ്പുകളെ കളയാൻ തോന്നി. നമ്മൾ ചായ കുടിക്കുമ്പോൾ നമ്മൾ എന്തോരം എടുത്ത് ചായ കുടിക്കുന്ന, അതിൻ്റെ പിടി പൊട്ടിയെന്ന് പറഞ്ഞ് നമുക്ക് കളയാൻ പറ്റുമോ? ഇല്ല. അപ്പം എനിക്കതിനെ കളയാനായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇവിടെ ഇരുന്നോട്ടെ എന്ന് കരുതി. അങ്ങനെ തന്നെ നമ്മളിതാ അവിടെ എല്ലാം മണി പ്ലാന്റും എല്ലാം സെറ്റാക്കി. നമ്മുടെ അടുക്കളയെല്ലാം നല്ല വൃത്തിയാക്കി കേട്ടോ. എല്ലാം നല്ല ഊണുക്കെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ച സമയമായപ്പം മഴയൊക്കെ അല്ലേ, അല്ലെങ്കിലും കിടക്കും, ഇച്ചിരി നേരം ഒന്ന് കിടക്കാമെന്ന് കരുതി. പിന്നെ ഉറക്കമൊക്കെ ഉണർന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും വീണ്ടും മൂകതയാണ്. അങ്ങനെ പിന്നെ നമ്മൾ നമ്മുടെ ലേസി ആരെയോ കാത്തിരിക്കുന്ന പോലെ ഉണ്ടല്ലേ, നമ്മൾ വിളക്കൊക്കെ വെച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഡയറിയിലെ അടക്കിയിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ, കീപ് സ്മൈലിങ്.